2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ആൾക്കാർക്ക് അതിന് ലൈസൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. അതിന് വളരെയധികം ഓടേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ വീട് വയ്ക്കുന്നതിനുള്ള അംഗീകാരങ്ങൾ, പ്ലാന് അപ്രൂവൽ ചെയ്ത് കിട്ടുന്നതിനും എല്ലാത്തിനുള്ള അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണിത്. ശ്രമിച്ചാൽ മതിയാകും. ധനപരമായി നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല നല്ല വഴികളിലൂടെയും ധനം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ നല്ല മികച്ച ആദായം കിട്ടുന്ന നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കാനും സാധിക്കും. പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ ഉള്ളത് ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള വലിയ അലച്ചിലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ തടസ്സങ്ങൾ മാറി കാര്യം സാധിക്കാൻ കഴിയുന്നു. വീട് നിർമ്മാണത്തിലെ കാലതാമസം ഒഴിവാക്കി, അതിന്റെ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി വേഗം പണി പൂർത്തിയാക്കി അടുത്ത മാസം താമസിക്കാൻ സാധിക്കുന്നു. മനസമാധാനവും കുടുംബ സന്തോഷവും ലഭിക്കുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറഞ്ഞു കിട്ടുന്നു. എവിടെ ചെന്നാലും സുഖമില്ലാത്ത ഒരവസ്ഥ, പല സ്ഥലങ്ങളിൽ മാറിയിട്ടും സുഖമില്ലാത്തൊരവസ്ഥ എന്നുള്ളത് മാറി സമാധാനം വരുന്നു. സർക്കാരിൽ നിന്നുമുള്ള പ്രതികൂല നടപടികൾ നിർത്തിവെക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ജപ്തി നടപടികളോ അല്ലെങ്കിൽ മറ്റ് ടാക്സ് സംബന്ധമായ പ്രശ്നങ്ങൾ അതൊക്കെ സർക്കാർ നിർത്തിവെക്കുന്നു. കള്ളന്മാരുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നു. അത് CCTVയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. മാനസിക വിചാരങ്ങളായ ഡിപ്രഷൻ മുതലായ ഉള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടുന്നു. പല രോഗങ്ങൾക്കാലും കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പല വിലയേറിയ സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചില ഗർഭിണികളായവർക്ക്, ഗർഭം ഉള്ളവർക്ക് ഗർഭം അബോർഷൻ ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ചില രോഗങ്ങളും കഷ്ടതകളൊക്കെ വരാനായിട്ട് അപൂർവം ചിലർക്ക് സാധ്യതയുണ്ട്. അതുപോലെ അവിവേകം കാണിച്ചാൽ, അതായത് ബുദ്ധിശൂന്യമായിട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചടി കിട്ടുന്ന ഒരു സമയമാണ്. മതപരമായ കാര്യങ്ങളിൽ കഴിയുന്നതും തടസ്സങ്ങൾ ഒഴിവാക്കി അതിന്റെ ചടങ്ങുകൾ, പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മോശപ്പെട്ട കാര്യങ്ങളൊന്നും എഫക്ട് ചെയ്യാണ്ടിരിക്കും. ഇനി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 3 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകാം, ബാല്യകാലത്തുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഈ കാലത്ത് കുട്ടികളെ അഗ്നിയിൽ നിന്ന്, അതുപോലെ തന്നെ പൊട്ടാസ്, പടക്കം, വൈദ്യുതി ഇവയിലൊന്നും കളിക്കാൻ വിടരുത്. അത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. താൽക്കാലികമായിട്ടാണെങ്കിൽ തന്നെയും ഈ വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിൽ താമസിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. ചിലപ്പോൾ സ്വന്തം പുതിയ വീട് വെച്ചിട്ട് അങ്ങോട്ട് മാറി താമസിക്കുന്നതാകാം. അച്ഛനമ്മമാർ സഹിതം അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. ക്രമേണയായി എന്തെങ്കിലും ധനപരമായിട്ടുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ ക്രമേണയായി ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഐശ്വര്യങ്ങൾ ഉണ്ടായി തുടങ്ങുന്നു. 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് രക്ഷകർത്താക്കൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ചില രീതിയിലാണ് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത്, എല്ലാവർക്കും വരുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് ഒരു തടസ്സവും വരുന്നില്ല, തുടർന്ന് പഠിക്കുന്നതിന് സാധിക്കുന്നു. വാഹനങ്ങൾ ലഭിക്കുന്നതിന്, കുടുംബത്തിലൊരു വാഹനം വാങ്ങുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ ക്രമേണ ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കഷ്ടപ്പാടും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ചെറിയ അസുഖങ്ങൾ വരാമെങ്കിലും അതൊന്നും വലിയ ഒരു ശല്യമായി കാണുന്നില്ല. കുടുംബത്തിന് ഒരു കുറച്ച് ഭൂമി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് കുടുംബ സ്വത്ത് വിഹിതം വെച്ച് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വാങ്ങാൻ ഉള്ളതായിരിക്കാം, കുട്ടിയുടെ രക്ഷകർത്താക്കൾ വാങ്ങുന്നതായിരിക്കാം. എന്തായിരുന്നാലും ആ ഭൂമി കിട്ടുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അധികം ഒരു നല്ല കാലമല്ല. ചിലർക്ക് സർക്കാരിൽ നിന്ന്, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചില പ്രതികൂല നടപടികൾ, അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് തൊഴിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയം കേസുകൾ നടത്തിയാൽ വിജയ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്.
വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. പ്രേമമുള്ളവർക്ക് ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രേമം പരാജയപ്പെടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക് തൊഴിൽ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. തൊഴിൽ ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹം നടക്കാം, സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. വാദം, പിത്തം, കഫം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. പ്രവൃത്തി മണ്ഡലവും വീടുമായി ജീവിത മാർഗങ്ങളുമായി ഒത്തുപോകുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നു. ചിലർക്ക് സ്കോളർഷിപ്പോ മറ്റു ചിലർക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിനൊക്കെ യോഗം ഈ സമയം കാണുന്നുണ്ട്. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് അവര് ജോലിയിലുള്ളവരാണെങ്കിൽ അത് കൂടുതൽ അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അസൂയാലുക്കൾ, ശത്രുക്കൾ ഇവർ പ്രതികാര നടപടിയുമായി വരാൻ ഒരു സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതി ഇരിക്കുക. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും എല്ലാവരുമായി ഒരു ഐക്യത്തിൽ പോകുന്നത് ഈ സമയം നല്ലതായിരിക്കും. എന്നാൽ അടുപ്പിക്കാൻ കൊള്ളാത്തവരുമായി നിങ്ങൾ അധികം ഇടപാടുകളൊന്നും നടത്തരുത്. തൊഴിൽ ചെയ്യുന്നവരും വ്യാപാരികളും വളരെ ശ്രദ്ധിച്ചാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകാൻ സാധിക്കുന്നു. വളരെ ലാഭങ്ങളെല്ലാം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ചിലർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. തൊഴിലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലർക്ക് വയറു സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഹൃദയത്തിന് ചില രോഗങ്ങൾ ഉണ്ടാകാം. എങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം പരിഹാരമായി നിങ്ങൾക്ക് സുഖം പ്രാപിക്കുന്നു, സമാധാനം കൈവരിക്കാൻ സാധിക്കുന്നു. 64 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള അതിന് മുകളിലോട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തമായി തൊഴിൽ നടത്തുന്നവരാണെങ്കിൽ, നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ പുരോഗമിക്കുന്നു, സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് പല ഇളവുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മോഷ്ടാക്കളിൽ നിന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് ഉണ്ടാകാം. വയറ് സംബന്ധിച്ച് ചില രോഗങ്ങൾ വരാം. എങ്കിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, ധനത്തിന് കുറവൊന്നും വരുന്നില്ല. പ്രവൃത്തി മണ്ഡലത്തിൽ നിന്നും അവാർഡുകളോ ബഹുമതിയോ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സമ്പാദ്യ പദ്ധതികളിൽ നിന്നും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുന്നതിന് ഇവിടെ യോഗം കാണുന്നുണ്ട്. കിട്ടേണ്ടിയിരുന്ന നിങ്ങൾക്ക് പണം മുടങ്ങി കിടക്കുന്ന ചില പദ്ധതികളിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു. പഴയകാല സുഹൃത്തുക്കളെ കാണാനും അവരുമായി സുഹൃത്ത് ബന്ധം നിങ്ങൾക്ക് പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. ഇവിടെ ആദിത്യ ഗുരു ഗുളിക യോഗം നടക്കുന്നതിനാൽ സൂര്യന്റെയും ഗുരുവിന്റെയും ഗുളികന്റെയും ഒരു യോഗം വരുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം തടസ്സങ്ങൾ ഉണ്ടാക്കാമെങ്കിലും അതിലൂടെ ആദ്യമൊക്കെ കുറെ തടസ്സങ്ങൾ ഉണ്ടായി കഷ്ടത വരാമെങ്കിൽ അതിലൂടെ വൻ വിജയം നേടാൻ സാധിക്കുന്നു. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നു. പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ശക്തമായ ഒരു രാജയോഗം ചിലർക്ക് രൂപപ്പെടുന്നു. ധനം, പ്രശസ്തി അവർക്ക് ധാരാളം, ധനവും പ്രശസ്തിയും ധാരാളം ലഭിക്കുന്നു. ആത്മവിശ്വാസം ലഭിക്കുന്നു, അറിവ് ലഭിക്കുന്നു, അതുപോലെ തന്നെ ജ്ഞാനം ലഭിക്കുന്നു. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനം മൂലം ചില സമയങ്ങളിൽ അഹങ്കാരം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അഹങ്കാരം കൂടി കഴിയുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിട്ട് വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. ശുക്രകേതു യോഗം നടക്കുന്ന ഒരു സമയവും കൂടിയാണ്. സുഖങ്ങളോടുള്ള ആർത്തിക്കുറവ് ഉണ്ടാകുന്നത്, സുഖങ്ങളിലൊന്നും ഒരു നമുക്ക് സന്തോഷം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥ വരുന്നു. ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തകളിലും താല്പര്യം വരുന്നതായിട്ട് ചിലരെ കാണാൻ സാധിക്കുന്നു. ബന്ധങ്ങളിലെ വിള്ളലുകൾ, അതായത് പ്രണയത്തെയും ദാമ്പത്യത്തെയും കേതുവിന്റെ സാന്നിധ്യം ചിലർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയുമായി ഒരു അകൽച്ച വരാനോ അല്ലെങ്കിൽ പിരിഞ്ഞ് ബന്ധം വേർപെടുത്താനോ, അതായത് വിവാഹമോചനം നടത്താനോ പ്രേമബന്ധങ്ങൾ അവസാനിപ്പിക്കാനോ ഒക്കെ ഒരു സാധ്യത ഉണ്ടാകാം. അതുപോലെ മാനസികമായി ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ആഡംബര ജീവിതം നയിക്കണമെന്ന ആഗ്രഹം ഒരു ഭാഗത്തും അതിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന ആത്മീയ ചിന്തകൾ വേറൊരു ഭാഗത്തും മനസ്സിനെ ആകെ സംഘർഷം കൊള്ളിക്കുന്ന ഒരു യോഗവും കൂടിയാണ്.
ധനപരമായി ഒരു ചാഞ്ചാട്ടം വരുന്നതിന് സാധ്യതയുണ്ട്. പണം വന്നു ചേരുമെങ്കിലും അത് അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത ഈ മാസം പുലർത്തേണ്ടതാണ്. സൃഷ്ടിപരമായ കഴിവുകൾ, കലാപരമായോ സാഹിത്യപരമായോ ആയ കഴിവുകൾ വർദ്ധിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ കലാകാരന്മാർക്ക് ഒരു നല്ല സമയമാണ്. അതുപോലെ ചന്ദ്ര രാഹു യോഗം വരുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അത്ഭുതകരമായ ഈ യോഗം മനസ്സിനെയും ജീവിതത്തെയൊക്കെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ് ഈ ഗ്രഹണ യോഗം. മാനസിക സമ്മർദ്ദം ചിലർക്ക് ഉണ്ടാക്കുന്നു, അപൂർവം ചിലർക്ക് ഉണ്ടാക്കുന്നു. ഏത് കാര്യത്തിനും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത വരുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് ഇത് തരാൻ പോകുന്നത്. സംശയം വരാം, സംശയ രോഗം പോലത്തെ ഒരു അവസ്ഥ വരാം. ചുറ്റുമുള്ള ആളുകളെയും എല്ലാ രീതിയിലും സംശയിക്കാം. അതുപോലെ തന്നെ നമ്മൾ സാഹചര്യങ്ങളെയും നമ്മൾ പല രീതിയിലും സംശയിച്ച് അതിൽ നിന്ന് കഥകൾ മെനഞ്ഞെടുക്കും. ഈ സ്വഭാവം വളരാനൊരു കാരണമാകുന്നു. സംശയ രോഗമുള്ളവർക്കാണെങ്കിൽ ഇത് വളരെയധികം കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പല രീതിയിലും ജീവിതത്തെ ബാധിക്കാം. അതുപോലെ അപൂർവം ചിലർക്ക് ഉറക്കക്കുറവ് വരാം, വിഷാദ രോഗം വരാം, അമിതമായി ദേഷ്യം വരുന്നതിനും സാധ്യതയുണ്ട്. ഈ ചന്ദ്രരാഹു യോഗത്തിനാല് ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യമായി നടക്കുന്ന ഒരു ഫലങ്ങളാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സാപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.